തിരുവനന്തപുരം പട്ടം മോഡൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തക്കാളിപ്പനി. LKG, UKG ക്ലാസുകളിലെ 30-ലധികം കുട്ടികൾക്കാണ് പനി പിടിച്ചത്. ക്ലാസുകൾ നടത്തരുതെന്ന് നഗരസഭ നിർദ്ദേശം നൽകി. വിവരം സ്കൂൾ അധികൃതർ 2 ആഴ്ചയോളം മറച്ചുവെച്ചുവെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഹാൻസുണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, 30-ലധികം കുട്ടികൾക്കാണ് ഈ പനി പിടിച്ചത്. എന്നിട്ടും ക്ലാസ് തുടരുകയാണോ? എന്താണ് ഈ സ്കൂളിനെതിരെ ഉയരുന്ന ആരോപണം? സോന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാർത്ഥികൾക്ക് പനി വന്നു എന്നുള്ളത് മാത്രമല്ല, 2 ആഴ്ചയോളം ഈ വിവരം സ്കൂൾ അധികൃതർ മറച്ചുവെച്ചു എന്നുള്ളതാണ്. കുട്ടികൾക്ക് പനി വന്നു, അതിനുശേഷം ആരോഗ്യനില മോശമായി, ഈ രോഗാവസ്ഥ കാണിച്ചു, രോഗലക്ഷണങ്ങൾ കാണിച്ചു, അതിനുശേഷവും ക്ലാസുകൾ തുടർന്നു എന്നാണ് അധ്യാപകരും അതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളും പറയുന്നത്. ഈ ബന്ധപ്പെട്ട അധികൃതർ ഈ സമയബന്ധിതമായി ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണവും ബന്ധപ്പെട്ട അധികൃതർ അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് ഹെൽത്ത് വിഭാഗത്തിലടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG, UKG വിഭാഗത്തിലെ 30-ലോളം വിദ്യാർത്ഥികൾക്കാണ് ഈ തക്കാളിപ്പനി പിടിപെട്ടത്. ആദ്യഘട്ടങ്ങളിൽ 1-2 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചത്. പക്ഷേ അന്നേ സമയത്ത് തന്നെ ഈ ക്ലാസുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഈ പനി പടരാതിരിക്കാനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ തേടിയില്ല. അവർ ക്ലാസുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അല്ലെങ്കിൽ നഗരസഭയിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തന്നെയാണ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിട്ടത്. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ പകർച്ചവ്യാധി ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ വിശദീകരണമായി പറയുന്നത്. പക്ഷേ ഈ രക്ഷിതാക്കൾ പറയുന്നത് അങ്ങനെയല്ല. ഈ പനി പടർന്നു പിടിച്ചിട്ടും തങ്ങളെ ഈ വിവരം അറിയിച്ചില്ല. രൂക്ഷമായതിനു ശേഷം 2-3 വിദ്യാർത്ഥികളിൽ നിന്ന് 30-ലധികം വിദ്യാർത്ഥികളിലേക്ക് ഈ രോഗം പടർന്നു പിടിച്ചതിന് ശേഷമാണ് ഈ വിവരം സ്കൂൾ അധികൃതർ അറിയിച്ചത്. അതും സ്കൂൾ അധികൃതർ നേരിട്ടല്ല നഗരസഭയെ അറിയിച്ചത്. പകരം ആശാ വർക്കർമാർ മുഖേനയാണ് ഈ വിവരം സ്ഥലം വാർഡ് കൗൺസിലറും അതിനോടൊപ്പം തന്നെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും അറിഞ്ഞത് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. നിലവിൽ LKG, UKG ക്ലാസുകൾ നടക്കുന്നില്ല. പക്ഷേ ഈ ഓണപരീക്ഷ നടക്കുന്ന സമയമായതിനാൽ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ട്, അവിടെ പരീക്ഷ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റ് വിദ്യാർത്ഥികളിലേക്കും ഈ രോഗം പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ ഉള്ളത്. പക്ഷേ സുരക്ഷാ നടപടികൾ അല്ലെങ്കിൽ രോഗം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നഗരസഭാ അധികൃതർ ഇപ്പോൾ പറയുന്നത്. സോന. ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.